പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോത്സ്യൻ പറഞ്ഞത് പ്രകാരം തന്നെ അബിയെ കൊണ്ട് എല്ലാ ചടങ്ങുകളും ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 101 കുടം തലയിലൂടെ വെള്ളമൊഴിക്കുകയും അതുപോലെ തന്നെ ശൂലം കുത്തിയിട്ട് 101 തവണ കാവടി എടുത്തിട്ട് അമ്പലം ചുറ്റിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ശയന പ്രദക്ഷിണം എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവുക ചെയ്യുന്നത്. വീട്ടിൽ തിരിച്ചെത്തിയ നവ്യയാണെന്നുണ്ടെങ്കിൽ അബിയെ എന്ത് വില കൊടുത്തിട്ടും തൻ്റെ വശത്താക്കണമെന്നും ഇപ്പം തൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ല, പക്ഷേ ഒരു കുഞ്ഞ് ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ഇപ്പോഴത്തെ കള്ളവും മാഞ്ഞു പോകും, അതൊരു പ്രശ്നമാവില്ല, ഇങ്ങനെ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പറ്റുള്ളൂ, അതുവരെ ഡോക്ടർ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ട് തന്നെ അബിയെ വശീകരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ട് വശീകരണ പൊടി പാലിനകത്ത് കലക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. അതേ അടുക്കളയിൽ വെച്ച് തന്നെ നമ്മുടെ ആദർശിനും പാലുണ്ടാക്കുന്നുണ്ട് നയന. ആ പാലുകൾ തമ്മിൽ മാറിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത്. പൊടി കലക്കിയ പാലാണെന്ന് കരുതിയിട്ട് നവ്യ ആ പാലും കൊണ്ടിട്ട് നമ്മുടെ അബിക്കരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നിർബന്ധിച്ചിട്ട് പാല് കുടിപ്പിക്കുന്നുണ്ട്. നീയും കുടിക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പാല് വേണ്ട, നിനക്കല്ലേ ക്ഷീണം, അതുകൊണ്ട് നീ തന്നെ കുടിക്കുക എന്ന് പറയണേ. പക്ഷേ പാല് കുടിച്ച അബിയാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ശയന പ്രദക്ഷിണമൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങിപ്പോവാണ്. ആ സമയത്ത് നവ്യ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവൻ എന്തൊരു മനുഷ്യനാണ്, വശീകരണ പൊടി കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവാണോ ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ. എന്നാൽ നയനയാണെന്നുണ്ടെങ്കിൽ ആ പാലുമായിട്ട് നേരെ ആദർശിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ആദർശാണെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുവന്ന പാലല്ലേ, ഞാൻ കുടിക്കില്ല എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട്. എന്നോടുള്ള ദേഷ്യം ഈ പാലിനോട് കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിനെ കൊണ്ട് നയന കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പാല് കുടിച്ച് കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ നയനയാണെങ്കിൽ താഴെ കിടക്കുകയാണ്. നയനയ്ക്കരികിലേക്ക് ആദർശ് ചെല്ലുന്നുണ്ട് കേട്ടോ. ആദർശിന്റെ ഭാവമാറ്റം നയന ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെന്താ എന്നെ കളിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണോ, എൻ്റെ അടുത്തേക്ക് വരരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആദർശ് നല്ല റൊമാൻറ്റിക് ആവുന്നുണ്ട് കേട്ടോ. നയനയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്, ഇനിയിപ്പോൾ പാലിനകത്ത് മറ്റെന്തെങ്കിലും ചേർന്നിട്ടുണ്ടോ എന്നുള്ള സംശയം വരെ നമ്മുടെ നയനയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആദർശിന്റെ സ്നേഹവും അതുപോലെ പെരുമാറ്റവും എല്ലാം കാണുന്ന സമയത്ത് നയനയും ആദർശിലേക്ക് ലയിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദർശാണെന്നുണ്ടെങ്കിൽ നയനയ്ക്ക് ഉമ്മ കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ ശാന്തി മുഹൂർത്തം കഴിയുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുക. കള്ളം പറഞ്ഞിട്ട് തനിക്ക് കുഞ്ഞ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നവ്യ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ നയനയ്ക്കും അതുപോലെ ആദർശിനും അനുകൂലമായിട്ട് വരികയും അനന്തപുരി തറവാട്ടിലേക്ക് കുഞ്ഞ് ആദ്യം ജനിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും തന്നെയാണ്.